ഒസാമ ബിൻ ലാദൻ ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി എന്ന് പറയപ്പെടുന്നു. അല്ലേ? അത് പറയപ്പെടുന്നു. വിളിക്കുന്ന പേര് പറയും. എന്റെ പേര് ഷാൻ. വിശ്വാസിയാണ്. ഇസ്ലാം മത വിശ്വാസം. ഇസ്ലാം മതത്തിന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്, രാമായണം വായിച്ചിട്ടുണ്ട്, പിന്നെ എല്ലാം വായിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്താക്കി, പള്ളിയിൽ നിന്നും പുറത്താക്കണം. പക്ഷെ എല്ലാത്തിനും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇത് താങ്കളോട് ചോദിക്കാൻ ഒരു കാര്യം എന്താ അറിയോ? താങ്കളുടെ പേരെന്താണ്? പറഞ്ഞോളൂ. ഹാർപ്പിക് മുഹമ്മദ്. ഈ ഹാർപ്പിക് എന്ന് പറയുന്നത് എന്താ സംഭവം? എനിക്ക് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാമോ? അന്വേഷിപ്പിൻ കണ്ടെത്തുന്നല്ലേ റോയിച്ച കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഈ പച്ച വൈറസിനെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രത്യേകതരം ലായനിയാണ് ഹാർപ്പിക് മുഹമ്മദ്. നിന്നെ ഞാൻ കുറെ നാളായി തപ്പിയടങ്ങിയിരുന്നു. താങ്കൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇസ്ലാം മത വിശ്വാസികൾക്ക് മാത്രമായി, ആ ഇസ്ലാം മത വിശ്വാസികൾക്ക് നേരെ മാത്രം താങ്കൾ എന്തുകൊണ്ടാണ് ഈ ഒരു ലൈവ് ഇടുന്നതും പിന്നെ ഈ ഒരു ആശയം മുന്നോട്ടുന്നതും? ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളാണോ കൂടുതലുള്ളത്? ഇസ്ലാമിൽ ഒരു സാധനമല്ലേ ഉള്ളൂ, ഏകദൈവ വിശ്വാസം. തൗഹീദാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഓക്കെ, തൗഹീദ് താങ്കൾക്ക് അറിയാം. തൗഹീദ് എന്താ അറിയോ? ഏകദൈവ വിശ്വാസം. ഈ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. അന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. താങ്കൾ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് താങ്കൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്ലാമിനകത്ത് നിന്നിട്ട് ഇസ്ലാമിനെ മാത്രം ഫോർഗറ്റ് ചെയ്തിട്ട് താങ്കൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്? എനിക്ക് അറിയണം. ഇനി ഞാൻ പറയും, പഠിപ്പിച്ച താങ്കൾ മരിക്കോ? താങ്കൾക്കൊരു അവസാനം ഉണ്ടോ? മരിക്കുമെന്ന്? മരിക്കേണ്ട സമയം താങ്കൾ മരണപ്പെടുവോ? ആരായാലും മരിക്കും. ഏത് മതത്തിൽപ്പെട്ട ആളായാലും അങ്ങനെ പറയരുത്. അങ്ങനെ പറയാൻ പാടില്ല. മരിക്കും. അതെ, കാഫറുകൾ ചത്തുന്ന് പറഞ്ഞാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒസാമ ബിൻ ലാദനെ നിങ്ങൾക്ക് അറിയില്ലേ? നേരിട്ട് പരിചയമില്ല, അറിയിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി അല്ലേ? ഒസാമ ബിൻ ലാദൻ ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി എന്ന് പറയപ്പെടുന്നു. അല്ലേ? അത് പറയപ്പെടുന്നു. താങ്കൾ പറഞ്ഞത് മയ്യത്ത് കണ്ട എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണം. ഒസാമ ബിൻ ലാദന്റെ മയ്യത്ത് കണ്ടാൽ താങ്കൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുമോ? അടിക്കും. ഗോവിന്ദച്ചാമിയുടെ മയ്യത്ത് കണ്ടാൽ നിങ്ങൾ സല്യൂട്ട് അടിക്കുമോ? ഗോവിന്ദച്ചാമിയാണോ ഒസാമ ബിൻ ലാദൻ? ഇവിടെ ഉണ്ടായിട്ടുള്ള മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭീകരവാദി അജ്മൽ കസബ് ഇന്ത്യ തൂക്കിലേറ്റി. ഇവിടെ വന്നിട്ട് കുറെ ആളുകൾ വെടിവെച്ച് കൊന്നു, ഭീകര പ്രവർത്തനം നടത്തി. അപ്പൊ ഹിറ്റ്ലറോ? ഹിറ്റ്ലറോ തന്നെയാണ് ചെയ്തത്. എന്ത് ചെയ്തു? ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തി. എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരും. അപ്പൊ അജ്മൽ കസബിനെ നമ്മൾ എടുക്കുക. ആ ഭീകരവാദിയുടെ മയ്യത്ത് കണ്ടാൽ നിങ്ങൾ എണീറ്റ് നിന്ന് ബഹുമാനിക്കുമോ? അപ്പൊ നിങ്ങൾ ഒസാമ ബിൻ ലാദനെ ബഹുമാനിക്കും, അജ്മൽ കസബിനെ ബഹുമാനിക്കും, ഗോവിന്ദജാമിനെ ബഹുമാനിക്കും. അതല്ലേ പറഞ്ഞു വന്നേ? സജീവ് വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. സദ്ദാം ഹുസൈൻ കുർദുകളെ കൂട്ടക്കൊല നടത്തിയ, അതേപോലെ ഈ ഇറാഖ് യുദ്ധത്തിലൊക്കെ ഒരുപാട് പേരെ കൊന്നു തള്ളിയ, ഇനി പോട്ടെ പലസ്തീനികളെ കൊന്നു തള്ളിയ ഈ സദ്ദാം ഹുസൈൻ ചത്താൽ അയാളുടെ മയ്യത്തിനെ നിങ്ങൾ ബഹുമാനിക്കും? നിങ്ങൾ പറഞ്ഞു തന്നെയാണ് സംഭവിച്ചതെന്ന് വിചാരിക്കാം. ഓക്കെ, മമ്മദ് ചത്തിട്ട് എന്താ അവിടെ ഉണ്ടായത്? ഏത് മമ്മദ്? നമ്മളെ ഇസ്ലാം മതത്തിലെ മമ്മദ്. ഞാൻ അങ്ങനെ വിളിക്കാറ്. മമ്മദ് ചത്തിട്ട് എന്താ ഉണ്ടായത്? മമ്മദ് എത്ര ദിവസം കിടന്ന് പുഴുത്തരിച്ചു? പുഴുത്തരിച്ചു. ചോയ്സ് തരാം. 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം. എത്ര ദിവസം? മമ്മദ് ചത്തിട്ട് എത്ര ദിവസം കിടന്ന് പുഴുത്തു? പിങ്ക് എന്തോ ചോദിക്കാമെന്നല്ലോ, ചോദിച്ചോ. നിങ്ങൾ മാത്രം പറ്റി പറയുന്നത് എങ്ങനെ?
നിങ്ങൾക്ക് മുഹമ്മദിനെ മാത്രമേ പറ്റി അറിയുള്ളൂ. എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയുള്ളൂ. അപ്പൊ ഇസ്ലാമിനെ പറ്റി എന്ന് പറയുന്ന ആള് മുഹമ്മദ് പറയൂലല്ലോ. അതെ, ഇസ്ലാമിനെ പറ്റി പഠിച്ച ഒരാള് എങ്ങനെ മുഹമ്മദ് എന്ന് പറയാ? മുഹമ്മദ് എന്ന് പറയില്ലേ? മുഹമ്മദ് എന്നുള്ള പേരിന് മലയാളത്തിൽ ഇവിടെ ആളുകൾ മുഹമ്മദ് എന്ന് പറയില്ലേ? മാമുക്കോയ, മുഹമ്മദ് കോയ എന്നുള്ള. മമ്മൂട്ടി, മുഹമ്മദ് കുട്ടിക്ക് മമ്മൂട്ടി. എന്റെ വാപ്പാന്റെ പേര് മുഹമ്മദ് എന്നാണ്, മമ്മോൻ എന്നാണ് വിളിക്കാറ്. കണ്ടം വെച്ചൊരു കോട്ടാണ് മുഹമ്മദ് കാക്കാന്റെ കോട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഈ ചർച്ചയിലെ ഓരോ ഭാഗവും തങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില വാദങ്ങൾക്കും മറുവാദങ്ങളും ഉയരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പ്രേക്ഷകർ കേൾക്കുന്ന വിവരങ്ങൾ സ്വയം പരിശോധിക്കുകയും പ്രസക്തമായ സ്രോതസ്സുകൾ വായിക്കുകയും ചെയ്ത ശേഷമാണ് ഒരു നിഗമനത്തിലെത്തേണ്ടത്. ഒരു സംവാദത്തിൽ ആരാണ് കൂടുതൽ ശക്തമായ വാദം അവതരിപ്പിച്ചതെന്ന് ഓരോ പ്രേക്ഷകനും വ്യക്തമായി വിലയിരുത്താം. അതിനാൽ ഒരു വീഡിയോ മാത്രം കണ്ടുകൊണ്ട് അന്തിമ നിഗമനത്തിലെത്താതെ വിഷയം കൂടുതൽ പഠിക്കാനുള്ള മനോഭാവം വളർത്തുന്നത് നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.